വെറും 3 ദിവസം കൂടി മാത്രം നാം പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 2025. നിങ്ങൾ എത്രമാത്രം ആക്ഷൻ മോഡിലേക്ക് ആയിരിക്കുന്നു? ഈ ബ്ലൂ പ്രിന്റിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത്. മാറ്റമുണ്ടാകുക എന്നുള്ളത് തന്നെ നമ്മുടെ ലക്ഷ്യം. 10 ഇരട്ടി മാറ്റം, 10x ഗ്രോത്ത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിയായി അടുത്ത വർഷം മാറുക എന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കാളികളാകുന്നത്. 2025 ഭാഗ്യത്തിൻ്റെ വർഷമാകണം. ഭാഗ്യം വരുന്നത് ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് പെർസിവറൻസ്. ശക്തമായ തീരുമാനവും അധ്വാനവും ഉള്ളവർക്കാണ് ഭാഗ്യം വരുന്നത്. അതിന് വ്യക്തമായ ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. HP6 ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്, ഹൈ പ്രൊഡക്ടിവിറ്റി ഹാബിറ്റ്സ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 5 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതിൻ്റെ ഒപ്പം മുന്നേറുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറുവാനായിട്ട് സാധിക്കും. HP6 ഇന്ന് അവസാനത്തെ കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. HP6-ലെ 6ാമത്തെ കാര്യം. അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ അടുത്ത 2 ദിവസം കൂടി പറയും. അതിനുശേഷം വേറൊരു മോഡിലേക്ക് നമുക്ക് മുന്നേറുവാനും ഡെയിലി കൺസിസ്റ്റൻ്റ് ആയി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു മെക്കാനിസത്തിലേക്ക് എത്തുവാനും സാധിക്കും. 6ാമത്തെ കാര്യമാണ് കറേജ്. ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ബാക്കി 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് നോക്കുക. ഒന്നാമത് പറഞ്ഞത് സീ ക്ലാരിറ്റിയാണ്. 2 റൈസ് നെസസിറ്റി. 3 ഇൻക്രീസ് എനർജി, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ലാസ്റ്റ് പറഞ്ഞത് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ്. ഈ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 6ാമത്തെ കാര്യമായി ഹൈ പെർഫോമൻസ് ഉള്ള ആളുകളുടെ ഒരു ഹാബിറ്റാണ് അവർ ശക്തമായ ധൈര്യമുള്ളവരായിരിക്കും. ഈ ധൈര്യം എന്ന് പറയുമ്പോൾ ധൈര്യത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ധൈര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു പ്രാപ്തിയല്ല, ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയല്ല. ഒരു തൈവാനീസ് വാക്കുണ്ട്, ഒരു വാചകമുണ്ട്, അതിങ്ങനെയാണ്: ടേക്കിംഗ് ആക്ഷൻ ഡെസ്പൈറ്റ് ഫിയർ. ഭയമുള്ളപ്പോഴും തീരുമാനമെടുക്കാനുള്ള ശക്തിയാണ് കറേജ് എന്ന് പറയുന്നത്. പലപ്പോഴും നാം തീരുമാനമെടുക്കാത്തതിൻ്റെ കാരണം, മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭയമാണ്, അല്ലേ? എന്ത് സംഭവിക്കും? ഞാൻ പരാജയപ്പെട്ടു പോകുമോ? എനിക്ക് നഷ്ടം വരുമോ? ഞാൻ തോറ്റു പോകുമോ? ചിലപ്പോൾ ഒരു ജോലി ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം, ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ പല പല ജീവിതത്തിലെ ഈ ബിഗ് മൂവ്സ് അല്ലെങ്കിൽ ബിഗ് 5 മൂവ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനുള്ള പല തീരുമാനങ്ങളും എടുക്കാൻ നമുക്ക് മടിയുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കുട്ടികളെ കൊണ്ടൊക്കെ ചില അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകും. അപ്പോൾ ആദ്യം അവർക്ക് അത് ചെയ്യാനായിട്ട് മടിയായിരിക്കും. ഒറ്റ പ്രാവശ്യം ചെയ്താൽ പിന്നെ അവരെ നമുക്ക് നിർത്തുവാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളെ, എൻ്റെ മക്കളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. ആദ്യം അത് ചെയ്യാൻ ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടാസ്ക്കാണ്, ആദ്യം ചെയ്യാനായിട്ട് മടി കാണിക്കും. ഒന്ന് നഡ്ജ് ചെയ്ത് അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അതിൽ നിന്ന് പിൻവലിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ജീവിതത്തിലും എക്സ്പീരിയൻസ് ഉണ്ടാകും. ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഇപ്പോൾ പാരാ ഗ്ലൈഡിങ് അല്ലെങ്കിൽ പാരച്യൂട്ടിൽ ഇറങ്ങുക, ക്ലിഫിൽ ജമ്പ് ചെയ്യുക, ഇതെല്ലാം ആദ്യം ഒരു ഡിഫിക്കൽട്ടായി തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെയധികം ഉന്മേഷം തരുന്ന, ഉത്സാഹം തരുന്ന, രസകരമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഈ ഭയപ്പെടുത്തുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയം ഉള്ളപ്പോഴും തീരുമാനമെടുക്കുവാൻ, ആദ്യ സ്റ്റെപ്പ് എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ആദ്യ സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ധൈര്യം, അത് തന്നെയാണ് ഇവിടെ കറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഭയം നിലനിൽക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുവാൻ, മുന്നോട്ട് പോകുവാൻ, ആദ്യ സ്റ്റെപ്പ് എടുക്കുവാൻ നമ്മൾ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് പലർക്കും പല ആശങ്കകൾ ഉണ്ടാകും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകുമോ? ഈ തീരുമാനമെടുത്താൽ ഇങ്ങനെയാകുമോ? ശരിയാണ്. എന്നാൽ ആ ഭയത്തിന് നടുവിലും അൺസർട്ടൻ ആയിട്ടുള്ള ആ സിറ്റുവേഷനിലും നമുക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് വൂക്ക വേൾഡ് എന്നാണ്. വൂക്ക വേൾഡ് എന്ന് വെച്ചാൽ വോളറ്റൈൽ, അൺസർട്ടൻ, ആംബിഗ്യസ്, ഇങ്ങനെ കുറേ വാക്കുകളാണ് വൂക്ക വേൾഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വോളറ്റൈൽ ആയിട്ടുള്ള, അൺസർട്ടൻ ആയിട്ടുള്ള, ആംബിഗ്യസ് ആയിട്ടുള്ള മേഖലയിൽ, ലോകത്തിൽ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ആ തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കറേജ് എന്ന് പറയുന്നത്.
ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ തീരുമാനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആദ്യത്തെ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഈ ഒരു കറേജാണ് നമുക്ക് വേണ്ടത്. ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ കറേജ് എന്ന് പറയുമ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല. ഒരു കുട്ടി 5 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഞാൻ ചാടുവാണെന്ന് പറയുന്നത് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പക്ഷെ സഫീഷ്യൻറ്റ് പ്രിപ്പറേഷൻ ഇല്ലാതെ, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ വിഡ്ഢിത്തരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല കറേജ് എന്ന് പറയുന്നത്. അത് വളരെ സെൻസിബിൾ ആയിരിക്കണം, വളരെ പ്ലാൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ബ്ലൂ പ്രിന്റിലേക്ക് വരാനായിട്ട് പറയുന്നത്. എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർട്ട് വിത്ത് ടേക്കിംഗ് ദ സ്മോൾ സ്റ്റെപ്പ്. ആദ്യ സ്റ്റെപ്പ് ലൈറ്റായിട്ടുള്ള സ്റ്റെപ്പായിരിക്കാം, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കറേജ് നമുക്കുണ്ടോ എന്നുള്ളത് നാം തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും ആളുകൾ കറേജ് ഉണ്ടാകുന്നത് ജീവിതത്തിലെ പല അനുഭവങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ബ്രണ്ടൻ റച്ചാർഡ് ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ് എന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം കാർ ആക്സിഡൻ്റായി അദ്ദേഹം അതിൻ്റെ എല്ലൊക്കെ ഒടിഞ്ഞ് നുറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഗേൾ ഫ്രണ്ട് റെൻറ്റ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അദ്ദേഹം മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കുകയാണ്, എൻ്റെ ലവർ അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട്, എൻ്റെ പ്രിയതമയായിട്ടുള്ളവൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ തന്നെ എന്നെ സഹായിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള, എൻ്റെ സ്നേഹിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല ജീവിതം നയിക്കണം, കുറേ കൂടി ഹൈ പെർഫോമൻസ് ഉണ്ടാക്കുന്ന ഒരാളായി മാറണമെന്ന് തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തിൽ പലപ്പോഴും 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി വലിയ മാറ്റം ഉണ്ടാകുന്നത് ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ആണ് എന്ന്. പലപ്പോഴും പർപ്പസ്, മീനിങ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നെല്ലാം പറഞ്ഞാലും ചില വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഇനി വ്യക്തികളില്ലെങ്കിൽ കൂടെയും ചിലപ്പോൾ ഞാനായിരിക്കാം വ്യക്തി, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭാര്യയോ ഭർത്താവോ കൂട്ടുകാരോ ആയിരിക്കാം. ചില ആൾക്ക് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാകാം, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാകാം, നിനക്കിതിന് കഴിയുമോ എന്ന് നോക്കി ചിരിക്കുന്നുണ്ടാകാം, പരിഹസിക്കുന്നുണ്ടാകാം, പറ്റി തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പറയുന്നുണ്ടാകാം. അവന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, മണ്ടത്തരം മാത്രമേ ചെയ്യുള്ളൂ, ഇവൻ ചെയ്യുന്നതെല്ലാം കുഴപ്പത്തിലാകുകയാണ്, നിനക്ക് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ, ആനയെ നോക്കി അണ്ണാ വാ വിളിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് പല ആളുകൾ നമ്മെ പരിഹസിക്കാനും ഇകഴ്ത്തുവാനും സാധ്യതയുണ്ട്. അവിടെയും ഈ ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പലപ്പോഴും പറയാറുണ്ട്, എന്തിനെയാണോ ഭയക്കുന്നത് അതിനെ ചെയ്യുക, അത് ചെയ്ത് നിങ്ങൾ അതിനെ കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു സെലിബ്രേഷനായി മാറുമെന്ന്. അതാണ് ഇവിടെ ഏറ്റവും അധികം നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും ആളുകൾക്ക് സഹായം ചോദിക്കാൻ തന്നെ മടിയാണ്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ മടി, സഹായം ചോദിക്കാൻ മടി. ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ജീവിതത്തിൽ സ്ട്രഗിൾസ് ആണ് പ്രോഗ്രസ് നൽകുന്നത് മനസ്സിലാക്കുക. ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും സ്ട്രഗിളിംഗ് ആയിരിക്കും, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്ട്രഗിൾസ് ആണ് ജീവിതത്തിൽ പ്രോഗ്രസ് നൽകുന്നത്. അവിടെയാണ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്ട്രഗിൾ ഇല്ലാതെ, ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു പ്രോഗ്രസ് എക്സ്പെക്റ്റ് ചെയ്യരുത്. എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് ഏറ്റവും ഡിഫിക്കൽട്ടായിരിക്കും. 80-20 പ്രിൻസിപ്പിൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യ സ്റ്റെപ്പ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷെ മുന്നോട്ടുള്ള യാത്ര നമുക്ക് സ്മൂത്ത് ആക്കുവാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ചലഞ്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്? ഈ 2025 ഭാഗ്യം കൊണ്ടുവരാൻ, വിജയം നേടാൻ, വലിയൊരു മാറ്റമുണ്ടാകാൻ, 10 ഇരട്ടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ നിങ്ങളെടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം എന്താണ്? ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? തീർച്ചയായും അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഭയക്കുന്നതിനെ ചെയ്തുകൊണ്ട്, അതിനെ കീഴടക്കിക്കൊണ്ട് ഈ വർഷം വലിയ മാറ്റം ഉണ്ടാക്കാം. അടുത്ത 2 ദിവസങ്ങളിൽ ചില പ്രാക്ടിക്കൽ ടിപ്സ്, ഡൂസ് ആൻഡ് ഡോട്ട്സും, ഒപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ് കൃത്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും മുന്നോട്ട് പോകേണ്ടെന്ന വിഷയത്തെക്കുറിച്ച് അല്പം വിശദമായതിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതീക്ഷിക്കുന്നു. ലെറ്റ് us make 10x growth through powerful habits.